ഞാൻ സിസ്റ്റർ ലിജി ഉക്രൈനിൽ നിന്നും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ഉക്രൈനിലെ യുദ്ധത്തിൽ 5ാമത്തെ വർഷമാണ് ഉക്രൈനിൽ യുദ്ധം നടക്കുക. യുദ്ധത്തിന്റെ മറ്റൊരു വശം കാണിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഒരുപക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം, യുക്രൈൻ യുദ്ധം, ഇറാഖ് അമേരിക്ക യുദ്ധമൊക്കെ വന്നപ്പോൾ യുക്രൈൻ യുദ്ധം അത് എവിടെയോ മറന്നുപോയി. പക്ഷെ യുദ്ധത്തിന്റെ ഒരു വലിയൊരു വശമാണ് നമ്മളിവിടെ കാണുന്നത്. കാരണം ഇപ്പം നിങ്ങൾ ചുറ്റും കാണുന്നുണ്ട്, 2000 ആളുകളാണ് വീട് നഷ്ടപ്പെട്ട, ഫുഡ് ഇല്ലാതെ ഇവിടെ ഫുഡിന് വേണ്ടി വരുന്നത്. ഞാനിപ്പം സപ്പൊരീഷ എന്ന സ്ഥലത്താണ്. സപ്പൊരീഷയില് അത് റഷ്യ ബോർഡറിൽ നിന്നും 15 കിലോമീറ്റർ ദൂരെ മാത്രമുള്ള ഒരു സ്ഥലമാണ് സപ്പൊരീഷ. ഞാൻ ചില ന്യൂസുകളിലൊക്കെ കണ്ടിരുന്നു റഷ്യ സപ്പൊരീഷ പിടിച്ചെടുത്തു എന്ന്. സപ്പൊരീഷയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് റഷ്യ പിടിച്ചെടുത്തിട്ടുള്ളൂ. ബാക്കി ആ പിടിച്ചെടുത്ത സ്ഥലത്തെ ആളുകളാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ആളുകൾ അവർക്ക് സ്വന്തമായിട്ട് വീട്, നമുക്കറിയാം ഒരു വീട് പണിതെടുക്കാനായിട്ട് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന്. ഈ സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നവര് ഇപ്പൊ നോക്കിയാൽ നമ്മളിവിടെ നോക്കുമ്പോൾ കാണുന്നത് കൂടുതലും പ്രായമുള്ള മനുഷ്യരെയാണ്. അവരുടെ മക്കള് യുദ്ധത്തിൽ പോയിട്ട് കുറേ പേരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവര് യുദ്ധത്തിലാണ് ഇപ്പോഴ്. അപ്പൊ ഈ പ്രായമായ മനുഷ്യര് അല്ലെങ്കിൽ കൊച്ചു പിള്ളേരെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിലേക്ക് ഈ പ്രായത്തിലുള്ള പിള്ളേരെയൊക്കെ വന്ന് ബ്രെഡിന് വേണ്ടിയിട്ട് നിരയിൽ നിൽക്കുന്നത് കാണുന്നത് വളരെ ദയനീയമാണ്, വളരെ ദയനീയമാണ്. നോക്കിയേ, ഒന്ന് നിങ്ങൾ നോക്കിയേ എന്തുമാത്രം മനുഷ്യരാണ് ഇവിടെ നിൽക്കുന്നതെന്ന്. ഇവര് രാവിലെ തുടങ്ങി വന്ന് നിൽക്കുന്നതാണ് ഈ ബ്രെഡിന് വേണ്ടിയിട്ട്. ഇവർക്ക് ഓരോ ബ്രെഡും പിന്നെ കൺസർവ്, മീൻ്റെ കൺസർവ്, ഇതാണ് ഇവരുടെ ഭക്ഷണം. എല്ലാ ദിവസവും രാവിലെ ഇവരിങ്ങനെ വന്ന് നിരയിൽ നിൽക്കും. ഒരു 2000-ഓളം ആളുകളുണ്ട് ഈ നിരയിൽ നിൽക്കാനായിട്ട്. അവർക്ക് ലഭിക്കുന്നത് നോക്കി ഒരു ബ്രെഡ് പിന്നെ ഒരു കൺസർവ്, ഇത് മാത്രമാണ് ഇവരുടെ ഭക്ഷണം. ഇതിപ്പോ തുടങ്ങിയിട്ട് 5 വർഷമായി. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇത്രയും യുക്രൈൻകാര് സഫർ ചെയ്യുമ്പോഴും പലപ്പോഴും ഞാൻ കേൾക്കുന്നുണ്ട് എന്തുകൊണ്ട് യുക്രൈനെ യുദ്ധം നിർത്തിക്കൂടാ എന്ന്. യുക്രൈൻ എങ്ങനെയാണ് യുദ്ധം നിർത്തുക? ഇവിടെ വരുന്നവര് നോക്കിയേ, കാലില്ലാത്തവര്, എല്ലാം നഷ്ടപ്പെട്ടവര്, വീട് നഷ്ടപ്പെട്ടവര്, മക്കളെ നഷ്ടപ്പെട്ടവര്, എത്ര ദയനീയമാണെന്ന് നോക്കി. നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ടൊന്നും നിരയിൽ നിൽക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുവാണെങ്കിൽ സത്യത്തില് ഇത് യുദ്ധത്തിന്റെ മറ്റൊരു വശമാണ്. യുദ്ധത്തിന്റെ ഒരു എന്താ പറയാ, യുദ്ധം വന്നതിന്റെ പേരിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത. ഇവർക്ക് എല്ലാവർക്കും വീടുണ്ടായിരുന്നതാണ്, ഇവർക്ക് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇന്ന് ഇവർക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. എത്ര ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നതെന്ന് നോക്കി. കാലില്ലാത്തവരുണ്ട്. ഈ നിര നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ അറ്റം വരെയും ഈ നിര കാണുന്നത് നോക്കി നമുക്ക് കാണാൻ പറ്റാത്തോടത്തോളം അറ്റം വരെയാണ്. 2 സൈഡിലുണ്ട് ഇങ്ങനെ ഈ നിര നിൽക്കുന്നത്. ഏകദേശം പറയുന്നത് 2000-ൽ കവിഞ്ഞ ആളുകൾക്കാണ് ഇവിടെ എല്ലാ ദിവസവും ഒരു ബ്രെഡ്, ഒരു കൺസർവ്, അതാണ് ഒരു വീട്ടിലേക്ക് ഉള്ളത്. എത്രയോ ദയനീയമായ കാഴ്ചകളാണുള്ളത്. എനിക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വേദന തോന്നുന്നതാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 8 ദിവസത്തേക്കാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനായിട്ട് ഒന്ന് നോക്കി ഓരോ കവറും പിടിച്ചിട്ട് വന്ന് നിൽക്കുന്നത്. ഈ യുദ്ധം എന്നാണ് അവസാനിക്കുക? ഈ മനുഷ്യരുടെ വേദന എന്നാണ് തീരുക? ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിരയിൽ നിൽക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞ ആദ്യമായിട്ടാണ് ഞാൻ ഈ സ്ഥലത്ത് വന്നത്, ഇത്രയും ദൂരേക്ക് വന്നത്. ഇപ്പം ഞാൻ താമസിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് 1600 കിലോമീറ്റർ ദൂരെയുണ്ട്. ഇവരുടെയൊക്കെ ദുഃഖം, ഇവരോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒരു 8 ദിവസമുണ്ട് ഞാനിവിടെ.
ഞാനിത് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് ഒരു യുദ്ധത്തിന്റെ ഒരു മറുവശമാണ്. ഇത്ര വേദനയുടെ ഇടയിലും ഇവര് ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക്, കാരണം ഇവര് ഇത്രയും സഫർ ചെയ്ത് നോക്കിയാ ആണുങ്ങളും പെണ്ണുങ്ങളും വ്യത്യാസവും ഇല്ലാതെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവര് നിൽക്കുന്നത് നോക്കി. ഒരു ബ്രെഡിന് വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത്. ഒരു ബ്രെഡ്, അധികം സാധനങ്ങളൊന്നും അവർക്ക് കിട്ടാനില്ല. ഒരു ബ്രെഡ്, ഒരു ദിവസത്തെ ഇവരുടെ ഒരു ഫുഡാണ് ഒരു ബ്രെഡും ഓരോ കൺസർവും. ഇതിനകത്ത് ഏതെങ്കിലും ചെറുപ്പക്കാരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ നോക്കി. കാരണം ചെറുപ്പക്കാരെല്ലാവരും യുദ്ധത്തിൽ പോയിട്ട് മരിച്ചവരാണ്. അവരുടെ പ്രായമായ അമ്മമാര്, ഏറ്റവും കൂടുതൽ വയസ്സായിട്ടുള്ളവരാണ്. നോക്കി, ആണുങ്ങളാണെങ്കിലും പ്രായമുള്ളവരാണ്. ഇവർക്കൊക്കെ മക്കളുണ്ടായിരുന്നതാ, മക്കളെയൊക്കെ നഷ്ടപ്പെട്ടു. നോക്കി, എത്ര ദൂരത്ത് നിന്നിട്ടാണ് ഇവര് ഈ ബ്രെഡിന് വേണ്ടിയിട്ട് നിൽക്കുന്നത്. എത്ര ദൂരെ നിന്നിട്ടാണ്, നമുക്ക് കാണാൻ പറ്റാത്തോടത്തോളം ദൂരെയാണ് ഇവര് നിൽക്കുന്നത്. ഞാൻ ഇപ്പൊ ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്, യുദ്ധം എവിടെ യുക്രൈനിൽ അവസാനിച്ചിട്ടില്ല, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക യുദ്ധം അവസാനിക്കാനായിട്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ കണ്ടിരുന്നു പുടിൻ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന്, ആ അനുരഞ്ജനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്ന്. ഞാനിപ്പോൾ സപ്പറീഷ്യയിലാണല്ലോ. ഇവിടെ ആ ദിവസങ്ങളിൽ 8 തുടങ്ങി 11 ദിവസങ്ങളിലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന്. പക്ഷെ അന്നും ഇവിടെ റോക്കറ്റ് വീണായിരുന്നു. ഞാനിവിടെ സാക്ഷിയാണല്ലോ. നമ്മുടെ മലയാളം ന്യൂസുകളിൽ പറയുന്നതോ അല്ലെങ്കിൽ ഈ പുടിൻ പറയുന്നതോ ഒന്നും സത്യമല്ല. അതുകൊണ്ടാണ് യുക്രൈൻ ജനത പുടിൻ പറയുന്നതൊന്നും വിശ്വസിക്കാതിരിക്കുന്നത്. കാരണം പുടിൻ ഒന്ന് പറയുന്നു, മറ്റൊന്ന് പ്രവർത്തിക്കുന്നു. അതാണ് പുടിൻ. ഈ അനുരഞ്ജന ദിവസം എന്ന് പറഞ്ഞിട്ട് പോലും അന്ന് പോലും റോക്കറ്റ് മിസൈൽ ഉണ്ടായിരുന്നതാണ്. അപ്പം ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഈ യുദ്ധം ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. ഈ ജനങ്ങൾക്ക് ഇപ്പോൾ പറയുന്നുണ്ട് എന്തുകൊണ്ട് സെലൻസ്കി യുദ്ധം നിർത്തുന്നില്ലെന്ന്. ഈ ജനങ്ങൾ എവിടെ പോകും? ഈ ജനങ്ങള് ഇപ്പൊ നമ്മളൊരു വശം മാത്രമേ കാണുന്നുള്ളൂ. മറ്റു സൈഡിലും ഉണ്ട് ഇതേപോലെ തന്നെ ആൾക്കാര്. നിങ്ങൾ പ്രാർത്ഥിക്കുക, ഈ യുദ്ധം എത്രയും വേഗം തീരാനായിട്ട്, ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാകാനായിട്ട്, ഇനിയുള്ളവരെങ്കിലും മരിച്ചു പോകാതിരിക്കാനായിട്ട്.